സത്യത്തിൽ വൈഷ്ണവ് സുരേഷിന് അവിടെ വോട്ടറായിരിക്കാൻ അധികാരമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാവുക. 6 മാസം മുമ്പേ അവരെ ഒരിടത്ത് കൊണ്ട് താമസിപ്പിക്കുക. എനിക്ക് തന്നെ അറിയാവുന്ന ഈ മുട്ടട തൊട്ടടുത്തുള്ള വാർഡുകളിലൊക്കെ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന, ബി ജെ പിയും സി പി എം തമ്മിലൊക്കെ മത്സരം നടക്കുന്ന തൊട്ടടുത്ത വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ 6 മാസം മുമ്പേ അവിടെ കൊണ്ടുവരിക, വാടകയ്ക്ക് വീടെടുത്ത് താമസിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പ്ലാനിങ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എവിടോ ആയിക്കോട്ടെ, ഒരു ഫെയർ ആയിട്ടുള്ളൊരു മത്സരം, ഒരു ശക്തമായ മത്സരം നടക്കട്ടെ. അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറ്റേ പാർട്ടിയുടെ ഒരു ദയാദാക്ഷിണ്യത്തിൽ മാത്രമാണ്. നിങ്ങൾക്കൊരു ഫെയർ പ്ലേ ഇങ്ങനെ വേണമെന്ന് പറയാൻ പറ്റില്ല. 6 മാസം താമസിച്ചിരിക്കണം അവിടെ എന്നുള്ളത് ഒരു നിയമപരമായ ബാധ്യതയാണെങ്കിൽ, ഈ സ്ഥലത്ത് സ്ഥാനാർത്ഥി താമസിച്ചിട്ടില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ച് പറയാത്തൊരു സ്ഥലത്ത് നമുക്കിത് മനസ്സിലാവുന്ന കാര്യം. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതിയപ്പോൾ തെറ്റായി എഴുതിയത് ശരിക്കുള്ള വീടിൻ്റെ TC നമ്പറിൻ്റെ ഒരു കഷ്ണമാണെന്ന്. ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? അപ്പോൾ വിവരക്കേട് കൊണ്ട്, മണ്ടത്തരം കൊണ്ട് ചെയ്തു വെച്ച ഒരു കാര്യമാണിത്. അടുത്തത് നമ്മൾ കോഴിക്കോടേക്ക് പോയാലോ? കോഴിക്കോട് VM വിനു, അദ്ദേഹത്തിന് നിയമസഭാ തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നാമനിർദ്ദേശ വോട്ടർ പട്ടികകൾ പലതാണ് എന്ന് അറിയാമോ എന്ന് എനിക്ക് സംശയം.